കഥയെ ആരംഭിക്കുന്നത് 2009 എഡ്വിൻ എന്ന പയ്യൻ തന്റെ സ്കൂളിലെ ഒരു മരത്തിനു മുമ്പിലിരുന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു. അതിഗംഭീര കഴിവുള്ളവനാണ്. മികച്ച രീതിയിൽ അവൻ ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവന്റെ കൂട്ടുകാരൻ പഞ്ച കടന്നു വന്നത്. പഞ്ചയ്ക്ക് എഡ്വിന്റെ മൂത്ത സഹോദരിയോട് പ്രണയമുണ്ട്. സിൽവി എന്നാണ് മൂത്ത സഹോദരിയുടെ പേര്. ഒരു ലവ് ലെറ്റർ സിൽവിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ച് അവൻ എഡ്വിന്റെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നീ തന്നെ നേരിട്ട് കൊടുത്താൽ മതി എന്നായിരുന്നു എഡ്വിന്റെ മറുപടി. പിന്നാലെ അങ്ങോട്ടേക്ക് സിൽവി കടന്നു വന്നു. സിൽവിയെ കണ്ടതോടെ പഞ്ചയുടെ ധൈര്യമൊക്കെ ചോർന്നുപോയി. ലവ് ലെറ്റർ അവൻ ഒളിപ്പിച്ചു വെച്ചു. പിന്നെ 3 പേരും അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ബെല്ലടിച്ചത്. ഇന്റർവെൽ എന്താ ഇത്ര വേഗം അവസാനിച്ചത് എന്ന് ചിന്തിച്ച 3 പേർക്കും കൺഫ്യൂഷൻ തോന്നി. അവരങ്ങനെ അവരവരുടെ ക്ലാസ്സിലേക്ക് ചെന്നു. പിന്നാലെ അധ്യാപകനും വന്നു. എത്തിയപാടെ അധ്യാപകൻ പറഞ്ഞു, സ്കൂൾ വിടുകയാണ്. നാട്ടിലെങ്ങും കലാപം പടർന്നു പിടിക്കുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ വേഗം സ്കൂളിൽ നിന്ന് സുരക്ഷിതമായി വീട്ടിലെത്തണം. എഡ്വിൻ സഹോദരിയെയും കൂട്ടി വേഗം പുറത്തേക്കിറങ്ങി. പഞ്ച് അപ്പോൾ കാറുമായി വരുന്നുണ്ടായിരുന്നു. അവനവർക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തു. പക്ഷെ അവർ നിൽക്കാതെ വേഗം മുമ്പോട്ടേക്ക് പോയി. അതോടെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ പോകാം എന്ന് കരുതി പഞ്ചയും കാറിൽ നിന്നിറങ്ങി അവരുടെ കൂടെ പോവാൻ ആരംഭിച്ചു. പിന്നാലെ അവർ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിലൊക്കെ ഭയന്ന എഡ്വിൻ പാരന്റ്സിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. തെരുവിൽ മുഴുവൻ കലാപം വലിയ തോതിൽ പരക്കുകയാണ്. ട്രാഫിക്കും ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അവിടെ കുടിയേറ്റം നടത്തിയിട്ടുള്ള ചൈനീസ് പശ്ചാത്തലമുള്ള ഇന്തോനേഷ്യക്കാരെ അവിടുത്തെ തദ്ദേശവാസികൾ ആക്രമിക്കുകയാണ്. ഇരുകൂട്ടരും തമ്മിലാണ് കലാപമുള്ളത്. ബസ് പോയിക്കൊണ്ടിരുന്നപ്പോ കലാപക്കാർ ബസ്സിനകത്തുണ്ടായിരുന്ന എഡ്വിനെയും സിൽവിയെയും കണ്ടു. അവർ ചൈനീസ് പശ്ചാത്തലമുള്ളവരാണ് എന്നൊറ്റ നോട്ടത്തിൽ കലാപക്കാർക്ക് മനസ്സിലായിരുന്നു. കലാപക്കാർ സിൽവിയെ ബലമായി പിടിച്ചുകൊണ്ടുപോവാൻ തുടങ്ങി. എഡ്വിനും പഞ്ചയും സിൽവിയെ രക്ഷിക്കാൻ പിന്നാലെ ചെന്നു. അവർ സിൽവിയുമായി പോയത് അവിടെയുള്ള ഇടുങ്ങിയൊരു പാതയിലേക്കായിരുന്നു. പിന്നാലെ ചെന്ന പഞ്ചയെ പിടിച്ചു നിർത്തി കലാപക്കാർ ആക്രമിച്ചു. ഒരു തദ്ദേശീയനായിട്ട് നീ ചൈനീസ് ഇന്തോനേഷ്യക്കാരെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ കലാപക്കാരിൽ ഒരാൾ അതിനുള്ള ശിക്ഷയെന്ന മട്ടിൽ അവന്റെ കയ്യിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. തന്റെ സഹോദരി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് എഡ്വിൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞെടുത്തെങ്കിലും കലാപക്കാർ അവന്റെ തലക്കടിച്ചു വീഴ്ത്തി. വീണ എഡ്വിന്റെ ബോധം മറിഞ്ഞിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞവൻ എഴുന്നേറ്റ് വന്നു. ചുറ്റും ശാന്തമായിരിക്കുന്നു. സിൽവിയെയും മറ്റും എവിടെയും കാണുന്നില്ല. അവിടെ കീറിയിട്ടിരുന്ന സിൽവിയുടെ വസ്ത്രങ്ങൾ എഡ്വിന്റെ കയ്യിൽ കിട്ടി. വല്ലാത്തൊരു ഭാരം അവനെ നെഞ്ചിൽ അനുഭവപ്പെട്ടു. സിൽവി അന്വേഷിച്ച് അവൻ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. നഗരം മുഴുവൻ തകർക്കപ്പെട്ടിരുന്നു. താനൊരു ചൈനീസ് ഇന്തോനേഷ്യനാണെന്ന് മനസ്സിലാവാതിരിക്കാൻ അവിടെ നിന്നും കുറെ കരിയെടുത്ത് എഡ്വിൻ തന്റെ മുഖത്ത് പുരട്ടി. പിന്നാലെ സിൽവിയെ തിരഞ്ഞ് നാടൊട്ടുക്കും നടന്നു. വീട്ടിലേക്കെത്തിയപ്പോ വീട് തീപിടിച്ചെരിയുകയായിരുന്നു. അച്ഛനെയും അമ്മയെയും ഒന്നും കാണാനില്ല. ഒരുപക്ഷെ അവർ കൊല്ലപ്പെട്ടിരിക്കാം. കഥ അവിടെ നിന്നും വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു. ചൈനീസ് ഇന്തോനേഷ്യന്റെ രഹസ്യമായ ഒരു ഗ്യാതറിംഗ് പ്ലേസ് ആയിരുന്നു അത്. അവിടെ എഡ്വിൻ ഇരിക്കുകയാണ്. എഡ്വിൻ ഇപ്പോൾ വളർന്നു കഴിഞ്ഞു. അവനിപ്പോൾ ഒരു അധ്യാപകനാണ്. എഡ്വിൻ ഇടയ്ക്കൊക്കെ അവിടം സന്ദർശിക്കുമായിരുന്നു. ചൈനീസ് പശ്ചാത്തലമുള്ള ഇന്തോനേഷ്യക്കാർ ഒത്തുചേരുന്ന ഒരു ഇടമാണത്. പഴയ കാര്യങ്ങൾ ആലോചിച്ച് എഡ്വിൻ എപ്പോഴും ദുഃഖിതനായിരുന്നു. അവിടുത്തെ ബാർട്ടൻഡറായ വേറ എഡ്വിനെ എപ്പോഴും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇവിടം പഴയതൊക്കെ മറന്ന് എൻജോയ് ചെയ്യാൻ ുള്ളതാണെന്നും വിഷമിച്ചിരിക്കാനുള്ളതല്ല എന്നുമൊക്കെ അവൾ പറഞ്ഞു. ആ സമയത്താണ് എഡ്വിൻ തോൺഹൈ ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറാണ് എന്ന് വേറെ മനസ്സിലാക്കുന്നത്. അവിടെ അത്ര സുരക്ഷിതമല്ലെന്നും സൂക്ഷിക്കണം എന്നും വേറെ പ്രത്യേകം എഡ്വിനെ വാൺ ചെയ്തു. അന്ന് അവിടെ നിന്ന് പോരുന്ന വഴിയിൽ എഡ്വിൻ ഒരു കാഴ്ച കണ്ടു. ക്രിസ്റ്റോ എന്ന പേരുള്ള തന്റെ ഒരു വിദ്യാർത്ഥി ചൈനീസ് ഇന്തോനേഷ്യൻ കിഡ്സിനാൽ ആക്രമിക്കപ്പെടുന്നു. എഡ്വിൻ അവരെ തടയാൻ നോക്കിയപ്പോ ആദ്യം അവർ എഡ്വിനെ വിരട്ടി. പക്ഷേ എഡ്വിനും ഒരു ചൈനീസ് ഇന്തോനേഷ്യനാണെന്ന് മനസ്സിലായപ്പോ എഡ്വിൻ പറഞ്ഞതനുസരിച്ച് ക്രിസ്റ്റോയെ വിട്ട് അവർ അവിടെ നിന്ന് പോയി. എഡ്വിനോട് നന്ദി അറിയിച്ച് പിന്നാലെ ക്രിസ്റ്റോ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ക്രിസ്റ്റോയെ കണ്ടതും ചില കാര്യങ്ങൾ എഡ്വിന്റെ ഓർമ്മയിലേക്ക് വന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പാണ്. സിൽവി അപ്പോഴും ജീവനോടുണ്ടായിരുന്നു. മരണത്തോട് മല്ലിട്ട് കിടന്നിരുന്ന സിൽവി ആ സമയം എഡ്വിനോട് ഒരു കാര്യം വെളിപ്പെടുത്തി. പഴയ കലാപത്തിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടല്ലോ. അങ്ങനെ ഒരു കുട്ടി ജനിച്ചിരുന്നു. പക്ഷേ ആ കുട്ടി അവളിൽ നിന്ന് എടുത്തുമാറ്റപ്പെട്ടു. ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയുകയേയില്ല. ആ കുട്ടി ഇപ്പോൾ തോൺഹൈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണെന്ന് മാത്രമേ സിൽവിക്ക് അറിയുകയുള്ളൂ. എങ്ങനെയെങ്കിലും തന്റെ മകനെ കണ്ടെത്തണം എന്ന് സിൽവി അന്ന് അവനോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് സിൽവി മരണമടഞ്ഞത്. അന്നു മുതൽ തന്റെ മരുമകനെ കണ്ടെത്താൻ എഡ്വിൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് സാധിച്ചിട്ടില്ല. ക്രിസ്റ്റോയെ കണ്ടതും ഒരുപക്ഷെ ക്രിസ്റ്റോ തന്റെ മരുമകനായിരിക്കുമോ എന്ന തരത്തിൽ എഡ്വിൻ ചിന്തിച്ചു. അടുത്ത ദിവസം സ്കൂളിലെ തദ്ദേശീയനായ ജെഫ്രി വലിയ ദേഷ്യത്തിലായിരുന്നു. ക്രിസ്റ്റോ ചൈനീസ് ഇന്തോനേഷ്യൻ കിഡ്സിനാൽ ഉപദ്രവിക്കപ്പെട്ട കാര്യം ജെഫ്രി അറിഞ്ഞിരുന്നു. പിന്നാലെയാണ് ക്ലാസ്സിലേക്ക് എഡ്വിൻ എത്തിച്ചേരുന്നത്. എഡ്വിൻ എല്ലാവരോടും
എല്ലാവരോടും അവർക്കിഷ്ടമുള്ള ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ജെഫ്രി മാത്രം എഡ്വിൻ ഒരു ചൈനീസ് ഇന്തോനേഷ്യൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞതനുസരിക്കാതെ വാശി പിടിച്ച് വരയ്ക്കാതിരിക്കുകയാണ്. അങ്ങനെ വരയ്ക്കാൻ മാത്രം ഒന്നുമില്ല എന്നായിരുന്നു എഡ്വിൻ ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞതും ജെഫ്രിയോട് വരയ്ക്കാൻ എഡ്വിൻ കാർക്കശ്യത്തോടെ പറഞ്ഞതും എഡ്വിനെ എതിരിടാൻ ജെഫ്രി എഴുന്നേറ്റ് വന്നു. കൂടുതൽ വിളച്ചാൽ കാര്യങ്ങൾ പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്യും എന്ന് എഡ്വിൻ ജെഫ്രിയെ വിരട്ടി. ജെഫ്രി ഒന്നടങ്ങി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റോ മികച്ച രീതിയിൽ ചിത്രം വരച്ചിരുന്നു. എഡ്വിൻ അത് നോക്കിക്കണ്ടു. അത് കണ്ടതും ക്രിസ്റ്റോ ആയിരിക്കുമോ തന്റെ മരുമകൻ എന്ന സംശയം എഡ്വിനിൽ ഒന്നുകൂടെ വളർന്നു. എഡ്വിൻ നന്നായി ചിത്രം വരയ്ക്കുമല്ലോ, അതുപോലെ ആ കഴിവ് ക്രിസ്റ്റോയ്ക്കും കിട്ടിയിട്ടുണ്ടാകുമോ എന്നൊക്കെയായിരുന്നു അവൻ ചിന്തിച്ചത്. അന്ന് വൈകുന്നേരം ക്രിസ്റ്റോയോട് ചെയ്തതിന് പ്രതികാരം വീട്ടാൻ ജെഫ്രിയും കൂട്ടുകാരും തീരുമാനിച്ചു. അവരൊരു ചൈനീസ് ഇന്തോനേഷ്യൻ പയ്യനെ പിടികൂടി. പിന്നാലെ അവനെ ക്രൂരമായി മർദ്ദിച്ച് ഉപദ്രവിച്ചു. ഒഴിഞ്ഞൊരു വീട്ടിൽ പൂട്ടിയിടുക പോലും ചെയ്തു. ഇതേസമയം മറുവശത്ത് എഡ്വിനും സ്കൂളിലെ സ്റ്റാഫായ ഡയാനയും തമ്മിൽ ഒരടുപ്പം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അവരെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡയാനയെ എഡ്വിൻ താൻ എപ്പോഴും പോകുന്ന ചൈനീസ് ഇന്തോനേഷ്യന്റെ ഹാങ് ഔട്ട്സ് പ്ലേസിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവരെ ഒന്നിച്ച് അവിടെ കണ്ട വേരയ്ക്ക് അതത്ര രസിച്ചില്ല. നല്ല കുശുമ്പും തോന്നി. എഡ്വിനും ഡയാനയും സംസാരിച്ചു. താൻ സ്കൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായി വർക്ക് ചെയ്യാൻ ഒരു കാരണമുണ്ടെന്നും ആ സ്കൂളിൽ എന്റെ മരുമകൻ പഠിക്കുന്നുണ്ട്, പക്ഷെ അതാരാണെന്നറിയില്ല, അവനെ കണ്ടെത്താനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എന്നും എഡ്വിൻ അറിയിച്ചു. ആ സമയത്താണ് ടിവിയിൽ വാർത്ത വരാൻ തുടങ്ങിയത്. നോർത്ത് ഭാഗത്ത് പഴയ പോലെ കലാപം ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. അത് കണ്ടതും ഡയാനയും എഡ്വിനും കുറച്ച് ഭയപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പോലെ വീണ്ടും കലാപമുണ്ടാവുമോ എന്ന് എഡ്വിൻ ഭയപ്പെട്ടിരുന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞ ശേഷം അവർ അവിടെ നിന്നിറങ്ങി. ഡയാന വീട്ടിലേക്ക് എത്തുന്നവരെ താനും കൂടെ വരാം എന്ന് എഡ്വിൻ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ട, നീ വേഗം സുരക്ഷിതമാവാൻ നോക്ക്, നീയാണ് ചൈനീസ് ഇന്തോനേഷ്യൻ എന്നായിരുന്നു ഡയാനയുടെ മറുപടി. എഡ്വിൻ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ പോകുന്ന വഴിയിൽ മാസ്ക് വെച്ചൊരു ആയുധധാരി എഡ്വിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എഡ്വിൻ തിരികെ ആക്രമിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഒരു ഘട്ടത്തിൽ അറ്റാക്കർ കത്തിയെടുത്ത് ആ കത്തി കൊണ്ട് എഡ്വിനെ കുത്താനായി വന്നു. എഡ്വിൻ ആ കത്തി തിരികെ അക്രമകാരിയുടെ കാലിലേക്ക് തന്നെ കുത്തിയിറക്കി. പിന്നാലെ തന്നെ ആക്രമിക്കാൻ വന്നത് ജെഫ്രിയാണ് എന്ന് എഡ്വിൻ തിരിച്ചറിഞ്ഞിരുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തിയ എഡ്വിൻ ജെഫ്രിയുടെ കാര്യം പ്രിൻസിപ്പലിന് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ഡയാന അവനെ കണ്ടപ്പോ എഡ്വിനെ വാൺ ചെയ്തു. അത് ചെയ്യണ്ടായിരുന്നു. ജെഫ്രി സസ്പെൻഡ് ചെയ്യപ്പെട്ട അവൻ തീർച്ചയായും നിനക്കെതിരെ പ്രതികാരം ചെയ്യും. പിന്നാലെ എഡ്വിനെയും ജെഫ്രിയെയും പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. ജെഫ്രി ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. താൻ എഡ്വിനെ ആക്രമിച്ചിട്ടേയില്ല എന്ന തരത്തിൽ ജെഫ്രി ഉറച്ചു നിന്നു. പ്രിൻസിപ്പൽ എഡ്വിനടുക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന മട്ടിൽ ചോദിച്ചു. തലേന്ന് താൻ ഇവന്റെ കാലിൽ കത്തികുത്തി ഇറക്കിയിരുന്നെന്നും അത് നോക്കിയാൽ മതി എന്നുമായിരുന്നു എഡ്വിന്റെ മറുപടി. പ്രിൻസിപ്പൽ അത് ചെക്ക് ചെയ്തു. മുറിപ്പാട് കണ്ടതും ആ മൊമെന്റിൽ തന്നെ ജെഫ്രിയെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഏറെ ദേഷ്യത്തിലായിരുന്നു ജെഫ്രി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയത്. പിന്നാലെ പ്രിൻസിപ്പൽ ധർമ്മ എഡ്വിനോട് പറഞ്ഞു, കഴിഞ്ഞ 10 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഒരുത്തനെ പുറത്താക്കുന്നത്. അത്തരത്തിലൊരു കുട്ടി പുറത്താക്കപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. എഡ്വിന് മുമ്പിൽ പക്ഷേ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ജെഫ്രി സ്കൂളിന് പുറത്താക്കപ്പെട്ടതോടെ ജെഫ്രിയുടെ കൂട്ടുകാരും സ്കൂൾ വിട്ടിറങ്ങി. ക്ലാസ് കഴിഞ്ഞ് അന്ന് പോവാൻ നേരം ക്രിസ്റ്റോയോടും മറ്റു കൂട്ടുകാരോടും എഡ്വിൻ പറഞ്ഞു, ഒരു പരിപാടിയുടെ ഭാഗമായി അടുത്ത ദിവസം സ്കൂൾ നമ്മൾ അലങ്കരിക്കുന്നുണ്ട്, നിങ്ങൾ സഹായിക്കാൻ വരാമോ? അവർ അതിന് ഓക്കെ പറഞ്ഞു. തന്റെ കൂട്ടുകാരൻ രംഗയെ കൂടി കൊണ്ടുവന്നോട്ടെ എന്ന് ക്രിസ്റ്റോ ചോദിച്ചപ്പോ എഡ്വിൻ ഓക്കെ പറഞ്ഞു. അന്ന് രാത്രിയിൽ ഡയാന എഡ്വിനെ വിളിച്ചു. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. താൻ കുറച്ച് ടയേർഡാണെന്നും നാളെ 10 മണിക്ക് സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നുമായിരുന്നു എഡ്വിൻ പറഞ്ഞത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ ക്രിസ്റ്റോയും രംഗയും എത്തി. ഡയാന അവിടെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എഡ്വിനും കടന്നു വന്നു. ആ ഒരു സമയത്താണ് വാർത്ത പ്രചരിക്കാൻ ആരംഭിച്ചത്. കലാപം പടർന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്ത ടിവിയിൽ കണ്ടതും സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡുകൾ വേഗം അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാനായി തീരുമാനിച്ചു. അവർ സ്കൂൾ വിട്ടിറങ്ങി. ഇതേ സമയം കാറിലിരിക്കുകയായിരുന്ന ജെഫ്രിയും കൂട്ടുകാരും ആ വാർത്ത കേട്ടു. കലാപം പടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരവസരമായി എടുത്ത് എഡ്വിനെതിരെ പ്രതികാരം ചെയ്യാം എന്ന് ജെഫ്രി ചിന്തിച്ചു. ഇതേ സമയം ഇതൊന്നും അറിയാതെ എഡ്വിനും കുട്ടികളും ഡയാനയും ക്ലാസ്സിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്രികയെടുക്കാൻ വേണ്ടി ആ സമയത്തായിരുന്നു രംഗ ഗാർഡുകളുടെ മുറിയിലേക്ക് പോയത്. അവിടെത്തി അവൻ ജെഫ്രിയും കൂട്ടുകാരും സായുധരായി വരുന്നത് നോക്കിക്കണ്ടു. ഭയന്നവൻ വേഗത്തിൽ എഡ്വിന്റെ അടുത്തേക്ക് ഓടി. അവിടെത്തി ഭയത്തോടെ കാര്യം പറഞ്ഞു.
അപകടമാണെന്ന് കണ്ടതും എഡ്വിൻ അവരെയും കൂട്ടി എമർജൻസി എക്സിറ്റ് ഡോർ വരെ രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവർ ആ ഡോറിന് സമീപം എത്തി. പക്ഷേ ആ ഡോർ മറുവശത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. താക്കോലാണെങ്കിൽ ഗാർഡുകളുടെ ഓഫീസിലുമാണ്. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോവാൻ സമയമില്ല. ജെഫ്രിയും സംഘവും അകത്തേക്ക് കയറിക്കഴിഞ്ഞു. പാനിക്കായ അവർ അവിടെ നിന്നോടി വേഗം ജിംനേഷ്യത്തിനകത്തെത്തി. ജെഫ്രിയും സംഘവും ആക്രമിക്കാൻ വന്നെങ്കിലും ജിംനേഷ്യത്തിന്റെ വാതിലടച്ച് എഡ്വിനും സംഘവും അവരെ തടഞ്ഞു. രംഗ പിന്നാലെ തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, പുറത്ത് കലാപം പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കാര്യങ്ങൾ മോശമാവുകയാണ്. ഉടൻ എഡ്വിൻ പറഞ്ഞു, നമ്മളിങ്ങനെ ഭയന്നിട്ട് കാര്യമില്ല. ജെഫ്രി എന്തായാലും നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, നമുക്ക് പുറത്തേക്ക് ചെല്ലാം. പക്ഷേ ക്രിസ്റ്റോ എഡ്വിനെ തടഞ്ഞു. ശേഷം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ജെഫ്രി. ജെഫ്രി ഇതിനു മുമ്പ് ഒരു പയ്യനെ കൊന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ അവൻ എനിക്ക് പണ്ട് അയച്ചു തന്നിട്ടുമുണ്ട്. പക്ഷെ പേടികൊണ്ട് ഞാനത് ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. അവൻ ഫോൺ എടുത്ത് വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കിയെങ്കിലും നെറ്റില്ലാത്തത് കൊണ്ട് വീഡിയോ പ്ലേ ആവുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തായിരുന്നു പുറത്ത് രംഗയുടെ അച്ഛൻ അബ്ദു മകനെ തിരഞ്ഞ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തുന്നത്. ജെഫ്രിയുടെ കൂട്ടുകാരൻ ഡോയ് വാതിൽ തുറന്ന് അബ്ദുവിനെ അകത്തേക്ക് കയറ്റി. ജെഫ്രിയുടെ മറ്റൊരു സുഹൃത്ത് ജെറി അബ്ദുവിനെ ഒരു ഇരയായി ഒരു ബന്ദിയാക്കി വെച്ച് വിലപേശാൻ തീരുമാനിച്ചിരുന്നു. അധികം വൈകാതെ അബ്ദുവിന്റെ അലറിവിളിയും നിലവിളിയും ജിംനേഷ്യത്തിനകത്തുണ്ടായിരുന്ന രംഗയും മറ്റുള്ളവരും കേട്ടു. രംഗ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. മറ്റുള്ളവർ രംഗയെ തടഞ്ഞു നിർത്തി. ജെഫ്രിയും കൂട്ടുകാരും അബ്ദുവിനെ ഉപദ്രവിക്കുകയായിരുന്നു. താൻ തല്ലുകൊള്ളുമ്പോഴും മകനോട് പുറത്തു വരരുതെന്നും ഒളിച്ച് രക്ഷപ്പെട്ടിരുന്നോളാനും അബ്ദു പറയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അടികൊണ്ട് അബ്ദു പറഞ്ഞു, ഇപ്പോഴും വൈകിയിട്ടില്ല, നിങ്ങൾക്ക് എന്നെ പുറത്തേക്ക് വിടാം. ഞാൻ നിങ്ങളെ ആരെയും കാട്ടിക്കൊടുക്കില്ല. നടന്നതൊക്കെ ഇവിടെ വെച്ച് വിട്ടേക്കാം. ജെഫ്രി പക്ഷേ അത് ചെവികൊണ്ടില്ല. പക്ഷെ കൂട്ടത്തിലെ സമാല എന്ന പയ്യന് അത് കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ ജെഫ്രി അത് കേട്ടതും അവൻ എതിരെ ചെന്നു. താൻ പറയുന്നത് അനുസരിച്ചാ മതി എന്ന മട്ടിൽ അവനോട് ദേഷ്യപ്പെട്ടു. ജെഫ്രിയും കൂട്ടുകാരും അബ്ദുവിനെ ക്രൂരമായി ഉപദ്രവിച്ചു. രംഗയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അകത്തുണ്ടായിരുന്ന രംഗ എഡ്വിനെതിരെ തിരിഞ്ഞു. താനും ജെഫ്രിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. എഡ്വിൻ കാരണമാണ് എനിക്കും എന്റെ അച്ഛനും ഇപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. അവൻ പറഞ്ഞു. കുറ്റബോധം തോന്നിയ എഡ്വിൻ പുറത്തേക്കിറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഡയാന എഡ്വിനെ തടഞ്ഞു. എഡ്വിൻ ആകെ വർറിയിടാകുന്നുണ്ടായിരുന്നു. ഒടുവിൽ എഡ്വിൻ ഒരു കാര്യം പ്ലാൻ ചെയ്തു. പുറത്തുണ്ടായിരുന്ന ജെഫ്രിക്ക് മുമ്പിലേക്ക് എഡ്വിൻ ഒരു ഓഫർ വെച്ചു. മറ്റുള്ളവരെയൊക്കെ വെറുതെ വിട്ടാൽ താൻ അവർക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യാം എന്നായിരുന്നു എഡ്വിൻ പറഞ്ഞത്. പക്ഷേ താൻ പിടിക്കപ്പെടുന്നതിന് മുമ്പ് മറ്റുള്ളവരൊക്കെ സ്കൂളിൽ നിന്ന് പുറത്തു കടന്നു എന്ന് താൻ ഉറപ്പിക്കും. ആദ്യമേ പുറത്തേക്ക് പോകുന്നവർ സുരക്ഷിതമാവണം എന്നുള്ളതുകൊണ്ട് ജെഫ്രിയും കൂട്ടുകാരും അവിടെ നിന്ന് കുറേയധികം ദൂരം പുറകിലേക്ക് മാറി നിൽക്കണം. ജെഫ്രിയും സംഘവും അത് സമ്മതിച്ചു. അവർ പിന്നിലേക്ക് മാറി നിന്നു. എഡ്വിൻ വാതിൽ തുറന്നു. രണ്ട് സംഘവും പരസ്പരം നോക്കി കണ്ടു. പക്ഷേ അത് എഡ്വിന്റെ തന്ത്രമായിരുന്നു. പുറത്തുണ്ടായിരുന്ന അബ്ദുവിനെ ജിംനേഷ്യത്തിനകത്തേക്ക് വേഗത്തിൽ കയറ്റി എഡ്വിൻ വാതിലടച്ചു. രോഷത്തോടെ ജെഫ്രിയും സംഘവും പാനെടുത്തു. അകത്തപ്പോഴേക്കും രംഗ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങളെങ്ങ് വിട്ടാലെന്തായിരുന്നു, ഒരു പ്രശ്നമുണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അത്. പക്ഷേ എഡ്വിൻ അവരെ അങ്ങനെ പുറത്തേക്ക് വിട്ടാൽ ജെഫ്രി ഒരിക്കലും അവരെ ജീവനോടെ പുറത്തുവിടില്ല എന്ന തരത്തിൽ വിശ്വസിച്ചിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഞാനത് ട്രൈ ചെയ്യാം എന്ന മട്ടിൽ എഡ്വിൻ അവരോടായി പറഞ്ഞു. വാതിലിനടുത്തേക്ക് ചെന്ന് എഡ്വിൻ ജെഫ്രിയോടും സംഘത്തോടും പിന്നോട്ട് മാറി നിൽക്കാനും രംഗയും അബ്ദുവും പുറത്തേക്ക് പൊക്കോളും എന്നും പറഞ്ഞു. പോകുന്നതിനു മുമ്പ് അബ്ദുവിനോടും രംഗയോടും എഡ്വിൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാൻ സാധിച്ചാൽ പുറത്തു വന്ന് നീ ഈ വാതിൽ പുറത്തുനിന്ന് തുറക്കണം. അപ്പോൾ ഞങ്ങൾക്കും രക്ഷപ്പെടാം. രംഗ അതിനോക്കെ പറഞ്ഞു. പിന്നാലെ രംഗയും അബ്ദുവും പുറത്തിറങ്ങി. അവർ മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. ജെഫ്രിയുടെ ഗ്യാങ് അവരെ അറ്റാക്ക് ചെയ്തില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞതും ജെഫ്രി മുമ്പോട്ടേക്ക് പതിയെ നീങ്ങി വന്നു. അതോടെ എഡ്വിൻ വാതിലടച്ച് ബാക്കിയുള്ളവരെ സുരക്ഷിതമാക്കി. പുറകിലത്തെ ഡോറ് തുറക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ച് അവർ കുറച്ചു സമയം വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ അവർക്കൊരു കാര്യം ഉറപ്പായി, അബ്ദുവും രംഗയും ജെഫ്രിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. അവരെ പുറത്തേക്ക് പോവാൻ അവർ അനുവദിച്ചിട്ടില്ല. എഡ്വിന്റെ ഊഹം ശരിയായിരുന്നു. ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട് രംഗയും അബ്ദുവും മുമ്പോട്ട് കൊണ്ടുവരപ്പെട്ടു. എല്ലാം കൊണ്ടും ജെഫ്രിയുടെ രോഷം മാളിക്കത്തുന്നുണ്ടായിരുന്നു. ജീവനോടെ അവരെ കത്തിക്കാൻ ജെഫ്രി കൂട്ടുകാരോട് ഉത്തരവിട്ടു. ഒരു കൂട്ടുകാരൻ പുറത്ത് പെട്രോൾ എടുക്കാൻ പോയി. വണ്ടിയിൽ നിന്ന് പെട്രോൾ ഊറ്റാൻ ആരംഭിച്ചു. ആ സമയം അതുവഴി ഒരു പോലീസ് കാർ വന്നിരുന്നു. എന്താ ചെയ്യുന്നതെന്ന മട്ടിൽ ആ പോലീസുകാരൻ തിരക്കി. തന്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നുപോയെന്നും കൂട്ടുകാരന്റെ വണ്ടിയിൽ നിന്ന് അതുകൊണ്ടെടുക്കുകയാണ് എന്നുമായിരുന്നു വിനയത്തോടെയുള്ള അവന്റെ മറുപടി. അവന്റെ പ്രകടനത്തിൽ അത് ശരിയാണെന്ന് വിശ്വസിച്ച പോലീസുകാർ സംശയമൊന്നും തോന്നാതെ അവിടെ നിന്ന് പോയി. എടുത്ത പെട്രോളുമായി ആ പയ്യൻ തിരികെ കയറി വന്നു. പിന്നാലെ പെട്രോൾ അബ്ദുവിന്റെ ദേഹത്തേക്കൊഴിച്ച് ജെഫ്രി കൗണ്ട് ഡൗൺ ആരംഭിച്ചു. എഡ്വിൻ പുറത്തു വന്നില്ലെങ്കിൽ അബ്ദുവിനെ തീ
കൊളുത്തുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. എഡ്വിന് പുറത്തു വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പിന്നാലെ ജെഫ്രി അബ്ദുവിനെ തീ കൊളുത്തി. തീ കത്തിയേരിയെന്ന ശബ്ദം കേട്ട് എഡ്വിനും അകത്തുള്ളവരും ഭയന്നിരുന്നു. തന്റെ അച്ഛൻ കൺമുമ്പിൽ കത്തിയേരിയുന്നത് കണ്ട് രംഗ അലറി വിളിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. പക്ഷേ അവനുമൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. വല്ലാത്തൊരവസ്ഥയിലായ രംഗ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. പക്ഷേ പുറത്തേക്കുള്ള വാതിൽ ലോക്ക്ഡ് ആയിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് എത്തിയ ജെറി രംഗയോട് തങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നോളാൻ പറഞ്ഞു. പക്ഷേ രംഗ അതിനെതിരെ നിന്ന് അവരോട് ഫൈറ്റ് ചെയ്തു. പക്ഷേ ഏറ്റുമുട്ടലിൽ ജെറി രംഗയെ കൊന്നുതള്ളി. മുമ്പിൽ നടന്ന കാര്യങ്ങൾ കണ്ട് ജെഫ്രിയുടെ കൂട്ടത്തിലെ സമാല വല്ലാതെ വീക്കായിരുന്നു. ജെഫ്രി അവന്റെ അടുത്തെത്തി അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഭയന്ന് വീക്കായി നിൽക്കരുത്, ധൈര്യം സംഭരിക്ക്. പിന്നാലെ ജെഫ്രി പുതിയ പദ്ധതിയിട്ടു. വേറൊന്നും ചെയ്യാനില്ല, അകത്തുള്ളവരെ ഒക്കെ അങ്ങ് കൊല്ലുക. ഈ മൃതദേഹങ്ങൾക്കൊപ്പം അതുങ്ങളെയും കൂട്ടിയിട്ട് സ്കൂളിന്റെ പുറകിൽ വെച്ചങ്ങ് കത്തിക്കുക. കലാപത്തിന്റെ ഭാഗമായി അവരും കത്തിയിരിക്കപ്പെട്ടതാണെന്ന് കരുതിക്കോളും. കൂട്ടത്തിൽ നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കണം. പണ്ട് ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഇതേസമയം എഡ്വിൻ മറ്റേതെങ്കിലും വഴിയിലൂടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഡയാനയോട് താൻ ചിന്തിക്കുന്ന ഒരു കാര്യം എഡ്വിൻ പങ്കുവെച്ചു. തന്റെ മരുമകൻ ക്രിസ്റ്റോവാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നായിരുന്നു അത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഡ്രോയിങ് ടാലന്റ് ഉണ്ട്. ജീനുകൾ വഴി അവനത് പകർന്നു കിട്ടിയതാണെങ്കിലോ? അവിടെ അങ്ങനെ പരിശോധിക്കുമ്പോൾ എഡ്വിനും ഡയാനയും പഴയൊരു ബാത്റൂമിൽ നിന്നുള്ള വെന്റിലേഷൻ ഷാഫ്റ്റ് കണ്ടെത്തി. അതിനുള്ളിലൂടെ ഗാർഡിന്റെ ഓഫീസിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് പോവാൻ എഡ്വിൻ തീരുമാനിച്ചു. ഈ സമയത്താണ് സൊമാല ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നത്. സൊമാല അങ്ങനെ പോയപ്പോ അവന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്ന ജെറിയും ജെഫ്രിയും അവന്റെ പിന്നാലെ ചെന്നു. ഇതേ സമയം എഡ്വിൻ അതേ ബാത്റൂമിലേക്കായിരുന്നു വെന്റിലേറ്റർ വഴി എത്തിക്കൊണ്ടിരുന്നത്. അകത്തേക്ക് സൊമാല വരുന്ന ശബ്ദം കേട്ടതും എഡ്വിൻ വേഗത്തിൽ അവിടുത്തെ ഒരു ക്യാബിനുള്ളിൽ കയറിയിരുന്നു. സൊമാല പോയതാകട്ടെ അടുത്ത ക്യാബിനിലേക്കായിരുന്നു. പക്ഷേ സമാലയുടെ കാര്യത്തിൽ സംശയം തോന്നിയിരുന്ന ജെഫ്രി അവിടെ വെച്ച സമാലയെ അങ്ങ് കൊന്നുതള്ളുകയാണ്. പിന്നാലെ ജെഫ്രിയും ജെറിയും അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഈ അവസരം മുതലെടുത്ത് പുറത്തിറങ്ങിയ എഡ്വിൻ ഗാർഡിന്റെ ഓഫീസിൽ ചെന്ന് എമർജൻസി എക്സിറ്റിന്റെ കീ തപ്പിയെടുത്തു. തിരികെ എത്തിയ ജെഫ്രി ആകട്ടെ തന്റെ കൂട്ടുകാരോട് ജിംനേഷ്യത്തിന്റെ വാതിൽ എങ്ങനെയെങ്കിലും തുറക്കാനുള്ള ഐഡിയ ചോദിച്ചു. വെൽഡിംഗ് ഉപകരണങ്ങൾ വെച്ച് അത് മുറിച്ചെടുക്കാം എന്നായിരുന്നു ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തത്. വൈകാതെ ഗാർഡ് ഓഫീസിൽ നിന്ന് വെൽഡിംഗ് ടൂൾസ് എടുത്തുകൊണ്ടുവന്ന് അവരാ ഇരുമ്പ് ഡോറ് മുറിക്കാൻ ആരംഭിച്ചു. നീണ്ട ശ്രമത്തിനൊടുവിൽ അവർ ആ ഡോറിന്റെ ലോക്ക് തകർത്തകത്ത് കയറിയപ്പോഴേക്കും വെന്റിലേഷൻ ഷാഫ്റ്റ് വഴി ഡയാനയും ക്രിസ്റ്റോയും എഡ്വിനും കടന്നു കളഞ്ഞിരുന്നു. അവർ മറുവശത്തെത്തി എമർജൻസി എക്സിറ്റിന്റെ ഭാഗത്തേക്ക് ഓടാൻ ആരംഭിച്ചു. പക്ഷേ ഓടുന്ന വഴിയിൽ റോബിന്റെയും ജെയുടെയും ശബ്ദം അവർ കേട്ടു. അതോടെ സയൻസ് ലാബിനകത്ത് കയറി അവർ ഒളിച്ചു. എഡ്വിൻ പിന്നാലെ കീ ഡയാനക്കും ക്രിസ്റ്റോക്കും കൊടുത്തു. താൻ അവരുടെ ശ്രദ്ധ തിരിക്കാമെന്നും ആ സമയത്ത് അവരോട് രക്ഷപ്പെട്ടു പൊക്കോളാനും പറഞ്ഞു. പിന്നാലെ അവിടെ നിന്ന് മാറി റോബിന്റെയും ജെയുടെയും അടക്കം ശ്രദ്ധ തിരിച്ച് എഡ്വിൻ മുന്നോട്ടോടി. മുമ്പിലേക്ക് പോയി എഡ്വിൻ ചെന്നുപെട്ടത് ആൻഡോയുടെയും റയാന്റെയും മുമ്പിലായിരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും രക്ഷപ്പെടാനും എഡ്വിൻ ശ്രമിച്ചെങ്കിലും അവർ അതിനൊന്നും ഒരുക്കമായിരുന്നില്ല. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. ശക്തമായ ഏറ്റുമുട്ടലിൽ റോബിനും ജെയ്ക്കും സാരമായ പരിക്കേറ്റിരുന്നു. എഡ്വിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. എഡ്വിൻ പിന്നാലെ എത്തിപ്പെട്ടത് ജെറിയുടെ മുമ്പിലേക്കായിരുന്നു. എഡ്വിനെ കൊല്ലുവാൻ ജെറി വാളുമായി പാഞ്ഞെടുത്തു. ജീവൻ നഷ്ടപ്പെടുമെന്നേ അവസ്ഥ. പക്ഷെ എഡ്വിൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി ജെറിയെ പൊക്കിയെടുത്ത് മുകൾ നിലയിൽ നിന്ന് താഴേക്കിട്ടു. ഇതേസമയം ഒളിച്ചിരിക്കുകയായിരുന്ന ഡയാന ക്രിസ്റ്റോയോട് ആ കാര്യം പറഞ്ഞു. എഡ്വിൻ നീ അദ്ദേഹത്തിന്റെ മരുമകനാണെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ക്രിസ്റ്റോ അത് അങ്ങനല്ലെന്ന് പറഞ്ഞു. തന്റെ അച്ഛനൊരു മലേഷ്യക്കാരനാണ്, അമ്മയൊരു ഇമിഗ്രന്റ് വർക്കറും. പിന്നാലെ ഡയാനയും ക്രിസ്റ്റോയും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി. ഒരു തരത്തിൽ പുറത്തിറങ്ങി എമർജൻസി ഡോറിന്റെ അടുത്തെത്തി അത് തുറന്നവർ പുറത്തേക്ക് രക്ഷപ്പെട്ടു. പുറത്തേക്ക് പോവാൻ നിന്ന എഡ്വിൻ എത്തിപ്പെട്ടതാകട്ടെ ജെഫ്രിയുടെ മുമ്പിലേക്കായിരുന്നു. എഡ്വിനും ജെഫ്രിയും തമ്മിൽ കനത്തൊരു പോരാട്ടം തന്നെ നടന്നു. വൈകാതെ അങ്ങോട്ടേക്ക് ജെയും റോബിനും ഡോയും കൂടി കടന്നു വന്നു. എഡ്വിൻ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളാരും കൊലപാതകികളല്ല. നിങ്ങളുടെ ഫ്യൂച്ചർ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കിപ്പോഴും സമയമുണ്ട്. നിങ്ങൾക്ക് തിരികെ പോകാം. എഡ്വിൻ നടത്തുന്ന ക്രൂരമായ ഫൈറ്റും നേരത്തെയുള്ള മറ്റു കൂട്ടുകാരുടെ വിധിയും കണ്ടപ്പോ തിരികെ പോവാൻ അവർ തീരുമാനിച്ചു. വീണ്ടും ജെഫ്രിയും എഡ്വിനും തമ്മിൽ ഫൈറ്റ് തുടർന്നു. ആ ഫൈനൽ ഫൈറ്റിനൊടുവിൽ അബദ്ധത്തിലാണെങ്കിലും എഡ്വിന്റെ ഫൈറ്റ് ജെഫ്രിയുടെ ജീവനെടുത്തു. തൊട്ട് പുറകെയായിരുന്നു അവിടുത്തെ കലാപകാരികൾ സാധനങ്ങളും മറ്റും മോഷ്ടിക്കാൻ സ്കൂളിലേക്ക് പാഞ്ഞെടുത്തത്. രക്തവും മറ്റും മുഖത്തൊക്കെ പുരട്ടി താനൊരു ചൈനീസ് ഇൻഡോനേഷ്യനാണെന്ന് തിരിച്ചറിയാത്ത വിധം എഡ്വിൻ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ജെഫ്രി മുമ്പ് ചെയ്ത കൊലപാതകത്തിന്റെ വീഡിയോ അവന്റെ ഫോണിലേക്ക് സെൻഡായി. അവനത് പ്ലേ ചെയ്തു.
ആ വീഡിയോ കണ്ടപ്പോഴായിരുന്നു ഞെട്ടലോടെ അവനൊരു കാര്യം മനസ്സിലാക്കിയത്. യാഥാർത്ഥ്യത്തിൽ എഡ്വിൻ അന്വേഷിച്ചു വന്ന അവന്റെ മരുമകൻ ജെഫ്രി ആയിരുന്നു. അന്ന് ജെഫ്രി കൊന്ന ആ പയ്യൻ ജെഫ്രി ഒരു ചൈനീസ് ഇന്തോനേഷ്യനാണ് എന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മയെ ലോക്കൽസ് പീഡിപ്പിച്ചതാണെന്നും അതിന്റെ ദേഷ്യത്തിലായിരുന്നു ജെഫ്രി അവനെ കൊല്ലുന്നത്. താൻ തന്റെ മരുമകനെ കൊന്നു എന്ന ചിന്ത എഡ്വിനെയാകെ വല്ലാതാക്കി. ഈ സമയം കലാപകാരികളിൽ ഒരാൾ എഡ്വിനെ തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ എഡ്വിൻ പുറത്തേക്കോടി. പാഞ്ഞു വന്ന ഒരു വാൻ എഡ്വിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ആരംഭിച്ചു. വാനിൽ കയറി പോകുമ്പോ അതിന്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന വ്യക്തിയെ എഡ്വിൻ തിരിച്ചറിഞ്ഞു. കയ്യിൽ വലിയ മുറിവുള്ള അവന്റെ പഴയ കൂട്ടുകാരൻ പഞ്ചയായിരുന്നു അത്. പക്ഷെ താൻ ആരെന്ന് എഡ്വിൻ അവനോട് വെളിപ്പെടുത്തിയില്ല. അവിടം വിട്ട് രക്ഷപ്പെട്ടു പോകാൻ എഡ്വിൻ തീരുമാനിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.